കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒഹിയോ സെനറ്റർ JD വാൻസിനെ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം അങ്ങ് ഹൈദരാബാദിലും ഓളമുണ്ടാക്കിയിരിക്കുകയാണ്. JD വാൻസിന്റെ ഇന്ത്യൻ ബന്ധമാണ് അതിന് കാരണം. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ ചിലുകുരി ഇന്ത്യൻ വംശജയാണ്. ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ് ഉഷയുടെ പൂർവികരെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലാണ് ഉഷ ജനിച്ചു വളർന്നത്. വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരാണ് ഉഷയുടെ മാതാപിതാക്കൾ. ഇതോടെ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഹൈദരാബാദിലെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചിൽക്കൂർ ബാലാജി ക്ഷേത്രം. ഉഷ ചിലുകുരിക്കും ചിൽക്കൂർ ക്ഷേത്രത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ചിൽക്കൂർ ഒരു ഗ്രാമത്തിന്റെ പേരാണ്. ഉഷയ്ക്ക് ഈ ഗ്രാമവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് എന്റെ അറിവെന്ന് ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിലെ പൂജാരി രംഗരാജൻ പറഞ്ഞു. ഗോഡ് ഓഫ് വിസാസ് എന്നാണ് ചിൽക്കൂർ ബാലാജി ദേവൻ അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയാൽ വിസ, പ്രത്യേകിച്ച് അമേരിക്കൻ വിസ ലഭിക്കുമെന്നാണ് വിശ്വാസം. വിസ മാത്രമല്ല, ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയാൽ എന്താഗ്രഹവും സാധിക്കുമെന്ന് വിശ്വാസികൾ പറയുന്നു. ക്ഷേത്രത്തിൽ 11 തവണ പ്രദക്ഷിണം നടത്തിയ ശേഷം ഭഗവാനോട് ആഗ്രഹം പറയുക. ആഗ്രഹം നടന്ന ശേഷം ക്ഷേത്രത്തിലെത്തി 108 പ്രദക്ഷിണം വെക്കണം. ദിവസവും 100 കണക്കിന് വിശ്വാസികളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ആഴ്ചകളുടെ അവസാനവും ഉത്സവ സമയത്തും നിരവധി പേർ ക്ഷേത്രത്തിലെത്താറുണ്ട്. വിശ്വാസികൾ പണമോ മറ്റ് ദ്രവ്യങ്ങളോ ഇവിടെ കാഴ്ചവെക്കേണ്ടതില്ല. എല്ലാവരെയും തുല്യരായി കാണുന്ന ക്ഷേത്രമാണിത്. ഇവിടെ പ്രത്യേകം ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കി നൽകാറില്ലെന്നും പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ന്യൂസ് 18 പറഞ്ഞു. ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിന്റെ ചരിത്രം. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ ഹിമായത് സാഗറിന്റെ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ചിലുകൂർ. ഇതേ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രമാണ് ചിലുകൂർ ബാലാജി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹൈദരാബാദിൽ നിന്നും വികാരാബാദിലേക്കുള്ള വഴിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഭക്തയായ രാംദാസിന്റെ അമ്മാവന്മാരായ അക്കണ്ണയും മദ്ദണ്ണയും ചേർന്ന് പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. എന്നാൽ വെങ്കിടേശ്വര വിഗ്രഹം ഇവിടെ എത്തിയതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്ന ഒരു ഭക്തൻ ഒരിക്കൽ തന്റെ രോഗം കാരണം ദർശനം നടത്താൻ സാധിച്ചില്ല. പിന്നാലെ വെങ്കിടേശ്വര ഭഗവാൻ ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിന്റെ വീടിനടുത്തുള്ള കാട്ടിലുണ്ട് എന്ന് പറഞ്ഞ് വെങ്കിടേശ്വര ഭഗവാൻ അപ്രത്യക്ഷനായി. ഉടൻ തന്നെ ഈ ഭക്തൻ സ്വപ്നത്തിൽ നിന്നുണർന്ന് അടുത്തുള്ള കാട്ടിലേക്ക് പോയി. അവിടെ മൊത്തം പരിശോധിച്ചു. കാടിനുള്ളിലെ ഒരു സ്ഥലത്ത് കുഴിച്ചു നോക്കിയപ്പോൾ ഭക്തന് വെങ്കിടേശ്വര ഭഗവാന്റെ വിഗ്രഹം കിട്ടി. എന്നാൽ കുഴിക്കുന്നതിനിടെ കോടാലി വിഗ്രഹത്തിന്റെ നെഞ്ചിലും താടിയിലും തട്ടി. ഇതോടെ വിഗ്രഹത്തിൽ നിന്ന് ചോരയൊലിക്കാൻ തുടങ്ങി. മുറിവുണ്ടായ ഭാഗത്ത് പശുവിന്റെ പാലൊഴിക്കൂ എന്നൊരു അശരീരി ഭക്തൻ കേട്ടു. ഭക്തൻ അതുപോലെ ചെയ്തു. അങ്ങനെയാണ് വെങ്കിടേശ്വര, ശ്രീദേവി, ഭൂദേവിമാരുടെ വിഗ്രഹം പ്രദേശത്ത് കണ്ടെത്തിയത്. പിന്നീട് ഇവിടെ അക്കണ്ണ, മദ്ദണ്ണ സഹോദരന്മാർ ക്ഷേത്രം പണിയിക്കുകയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഹൈദരാബാദ് ഭരിച്ചിരുന്ന ഗോൽക്കോഡ നവാബിന്റെ മന്ത്രിമാരായിരുന്നു ഇരുവരും.